ഇവൻ ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി മഴവെള്ളത്തിലേക്ക് സിഗരറ്റ് ഇട്ടു. എന്നിട്ട് അതിനെ പിന്തുടർന്ന് അവൻ ഒരു മാൻഹോളിനടുത്തേക്കെത്തി. സിഗരറ്റ് അതിനുള്ളിലേക്ക് മറഞ്ഞതും മാക്സ് ശ്രദ്ധിച്ചത് തൊട്ടുമുന്നിലുള്ള നാടൻ ബാങ്കിലേക്കാണ്. ഉടൻ ഒരു അപകടകരമായ ബുദ്ധി അവന്റെ തലയിൽ ഉദിച്ചു. വെള്ളത്തിന്റെ ഒഴുക്കിനൊപ്പം മാൻഹോൾ അടപ്പുകൾ താണ്ടി അവൻ ഓടയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി കണ്ടെത്തി. പിറ്റേന്ന് ബാങ്കിന് മുന്നിലെത്തിയ അവൻ മാൻഹോളിലൂടെ താഴേക്ക് ഒരു അളവുനാട താഴ്ത്തിയിട്ട് ഓടയിലിറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ മുകളിൽ നിന്നിട്ട അതേ അളവുനാട അവൻ താഴെ കണ്ടെത്തി. വോൾട്ട് റൂമിന്റെ കൃത്യമായ സ്ഥാനം മനസ്സിലാക്കാൻ ബാങ്കിന്റെ മാപ്പ് രഹസ്യമായി ക്യാമറയിൽ പകർത്തിയെങ്കിലും ഇറങ്ങാൻ നേരത്ത് സുരക്ഷാ ജീവനക്കാരൻ അവനെ പിടിച്ച് ചോദ്യം ചെയ്യാൻ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോയി. ഭാഗ്യത്തിന് മെമ്മറി കാർഡ് നേരത്തെ ഊരിമാറ്റിയതിനാൽ ചിത്രങ്ങളൊന്നും കിട്ടിയില്ല. തുടർന്ന് ബാങ്കിന്റെ പൂർണ്ണമായ മാപ്പ് തയ്യാറാക്കിയ മാക്സ് തുരങ്കത്തിന്റെ നീളം കണക്കാക്കി. ആയുധങ്ങളുമായി ഓടയിലിറങ്ങി ഭിത്തിയിലെ ഇരുമ്പ് പാനലുകൾ മാറ്റി അവൻ ബാങ്കിലേക്ക് തുരങ്കമുണ്ടാക്കി. പിറ്റേന്ന് ശ്രദ്ധ തിരിക്കാൻ കളിത്തോക്കുമായി വ്യാജ കവർച്ച ആസൂത്രണം ചെയ്ത ശേഷം അവൻ ക്യാമറ മറച്ച് കബോർഡ് നീക്കി വഴി തെളിച്ചു. അവിടുന്ന് ഭിത്തി തകർത്ത് അകത്ത് കയറി ഉപയോക്താക്കളുടെ ഉപകരണങ്ങൾ ക്രമീകരിച്ച് വോൾട്ട് പൊളിച്ച് പണം നിറച്ചു. ശേഷം തുരങ്കത്തിലൂടെ പണം പുറത്തേക്ക് അയച്ചപ്പോൾ ഓടയിലെ രണ്ടാം സംഘം ചെറിയ ബോട്ടിൽ അത് ശേഖരിച്ചു. അപ്പോഴേക്കും പോലീസ് ബാങ്ക് വളഞ്ഞെങ്കിലും സമയം കിട്ടാൻ മാക്സ് ഓരോ 15 മിനിറ്റിലും ഓരോ ബന്ദികളെ വീതം പുറത്തുവിട്ടു. കവർച്ച കഴിയാറായപ്പോൾ അവൻ പിന്മാറാൻ സിഗ്നൽ നൽകി. എല്ലാവരും തുരങ്കത്തിൽ കടന്ന് കയറ വലിച്ചുവെച്ച് കബോർഡ് പഴയപടി വെച്ച് വഴിയടച്ചു. അകത്ത് അനക്കമില്ലാതായതോടെ പോലീസുകാർ ഇരച്ചു കയറിയെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ നിലത്തെ പാടുകൾ കണ്ട് കബോർഡ് നീക്കിയ പോലീസ് ഒളിവഴി കണ്ടെത്തിയപ്പോഴേക്കും വൈകിയിരുന്നു. കാരണം മാൻഹോളിന് മുകളിൽ കാത്തുകിടന്ന കാറിൽ കയറി കവർച്ചക്കാർ പുഴ വഴി രക്ഷപ്പെട്ടിരുന്നു.